പഞ്ചാബിലെ കോൺഗ്രസിനെ പുലർത്തി പല വഴിക്കാക്കി മാറ്റുകയാണ് പഞ്ചാബ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ MLA ഡോക്ടർ നവ്ജോത് കൗർ സിദ്ധു. മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് 500 കോടി രൂപ എന്ന വിവാദ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലാണ് മുൻ ക്രിക്കറ്റ് താരം കോൺഗ്രസ് നേതാവുമായ നവ്ജോത് സിംഗ് സിദ്ധുവിൻ്റെ ഭാര്യ കൗറിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പാർട്ടിയിൽ പക്ഷേ തനിക്ക് ശക്തമായ പിന്തുണയുണ്ടെന്നും എന്തും തീരുമാനിക്കാനുള്ള പിന്തുണയുണ്ടെന്നും കൗർ അവകാശപ്പെട്ടു. പഞ്ചാബ് കോൺഗ്രസ് യൂണിറ്റിലെ 70%, AICCയിലെ 90% പേരും തനിക്കൊപ്പമാണെന്നാണ് അവരുടെ നിലപാട്. പുതിയ പാർട്ടി രൂപീകരിക്കുകയോ കോൺഗ്രസിനുള്ളിൽ ഒരു ഗ്രൂപ്പായി നിൽക്കുകയാണ് കൗറിന്റെ ലക്ഷ്യം. പാർട്ടിയിൽ തിരിച്ചെത്തുന്നതിന് ചില വ്യവസ്ഥകൾ പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷന് മുന്നിൽ കൗർ മുന്നോട്ട് വച്ചു. തങ്ങൾ കള്ളന്മാരെ ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്നും വ്യക്തമാക്കിയതായും അവർ പറയുന്നു. 4-5 പേർ കോൺഗ്രസ് നശിപ്പിക്കുകയാണെന്നും അവരെ മാറ്റി നിർത്തണമെന്നും കൗർ ആവശ്യപ്പെട്ടു. എന്നാൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു ഇടപാടും ഉണ്ടാകില്ലെന്നും കൗർ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചുവരവിനായി തന്റെ ചില വ്യവസ്ഥകൾ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കേണ്ടതുണ്ടെന്നും കൗർ പറയുന്നു. BJP പഞ്ചാബ് ഘടകം നവ്ജോത് കൗറിന്റെ നീക്കങ്ങളെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനെ പുലർത്താനുള്ള കൗറിന്റെ നീക്കങ്ങൾ BJPയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്നാണ് പാർട്ടി അധ്യക്ഷൻ സുനിൽകുമാർ ചക്കർ കരുതുന്നത്. 500 കോടിയുടെ സൂട്ട്കേസ് നൽകുന്നയാൾ മുഖ്യമന്ത്രിയാകും എന്ന് അവകാശപ്പെട്ടാണ് പഞ്ചാബിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ കോളിളക്കം. തങ്ങൾക്ക് ആർക്കും നൽകാൻ പണമില്ലെന്നും എന്നാൽ പഞ്ചാബിനെ സുവർണ സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തിരുന്നു. ആരെങ്കിലും പണം ആവശ്യപ്പെട്ടോ എന്ന ചോദ്യത്തിന് ആരും ആവശ്യപ്പെട്ടില്ല, എന്നാൽ 500 കോടി രൂപയുടെ സൂട്ട്കേസ് നൽകുന്നയാൾ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു അവരുടെ മറുപടി. കൗറിന്റെ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് MP സുഖ്ജീന്ദർ സിംഗ് രൺധാവ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ക്ഷമാപണം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കൗർ രൺധാവയ്ക്കെതിരെ ശക്തമായി തിരിച്ചടിച്ചു. രാജസ്ഥാനിലെ ടിക്കറ്റുകളെല്ലാം വിറ്റു തുലച്ചെന്നും പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരായ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ കോൺഗ്രസുകാർ പരാജയപ്പെട്ടുവെന്നും കള്ളക്കടത്തുകാരുമായി ഇവർക്കൊക്കെ ബന്ധമുണ്ടെന്നുമൊക്കെ അവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയാകാൻ 500 കോടി രൂപ ആവശ്യമുണ്ടെന്നും എന്നാൽ ആ തുക തങ്ങളുടെ കൈവശമില്ല എന്നുമാണ് താൻ നേരത്തെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമെന്നും കൗർ വിശദീകരിക്കുന്നു. തനിക്കും തൻ്റെ ഭർത്താവിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയോ ആദായ നികുതി വകുപ്പിൻ്റെയോ അന്വേഷണത്തിന് വിധേയരാകാൻ ഒരു മടിയുമില്ലെന്നും തങ്ങൾക്ക് കള്ളപ്പണമില്ലെന്നും പഞ്ചാബിൽ തങ്ങൾക്ക് സ്വത്തുക്കളില്ലെന്നുമൊക്കെ അവർ നിലപാടെടുക്കുന്നുണ്ട്.